ആമിൽസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ നമ്മൾ പൈത്തൺ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൈത്തൺ ട്യൂട്ടോറിയൽ ഇൻട്രൊഡക്ഷന്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പം ഇന്ന് മുതൽ നമ്മൾ പൈത്തൺ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങളെല്ലാവരും വിഷ്വൽ സ്റ്റുഡിയോ പറഞ്ഞിട്ടുള്ളൊരു IDE ഇൻസ്റ്റാൾ ആക്കിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാപ്ടോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ലാപ്ടോപ്പ് എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോ പറഞ്ഞിട്ടുള്ള IDE ഇൻസ്റ്റാൾ ആക്കുക. അഥവാ നിങ്ങൾ ഫോണിലാണെങ്കിൽ പൈഡ്രോയിഡ് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കുക. അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ കോഡ് റൺ ചെയ്യുക എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ വിഷ്വൽ സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലെയുള്ളൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലിതാ ഫയല്, ഈ ഒരു ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ എന്ന ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫോൾഡർ, ഈ ഒരു ഓപ്പൺ ഫോൾഡറിൽ നമ്മൾ എഴുതുന്ന എല്ലാ കോഡ്സും ഈ ഒരു ഫോൾഡറിലേക്കും സേവ് ആവുക. അപ്പോൾ ഞാനിവിടെ പൈത്തൺ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്. ഈ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോഡുകളൊക്കെ സേവ് ആവുന്ന ഒരു ഫോൾഡർ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പൈത്തൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പൈത്തൻ്റെ ഫയലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരു പ്ലസ് പറഞ്ഞിട്ടുള്ള ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പേര് അതിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സാമ്പിൾ കോഡാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സാമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ സാമ്പിൾ എന്ന് കൊടുത്തിട്ട് .py, ഈ ഒരു .py എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പൈത്തണിൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം .py എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീന് കാണും. ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സാമ്പിൾ കോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രിന്റ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോഡ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ കോഡാണ് ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകൂല. എന്നിട്ട് നമ്മുടെ ഈ ഒരു കോഡ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടാന്ന് ഇനി നമുക്ക് നോക്കാം. ഔട്ട്പുട്ടിനായിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ ഉള്ളൊരു ബട്ടൺ ഉണ്ട്. ഇത് റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനലിലാണ് നമ്മൾ റൺ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പൈത്തൺ ഫയലിൽ. അപ്പോൾ ആ ഒരു റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്പോൾ ഈ ഒരു റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണോ എഴുതുന്നത് അതായിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കുക. ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ VS കോഡിൽ ഒരു പുതിയ ഫയൽ എങ്ങനെ പൈത്തൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യും, ആ ഫയൽ എങ്ങനെ ഒരു സാമ്പിൾ കോഡൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്സ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഈ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്കിപ്പം 1 2 3 4 5 6 7 8 9 10 എന്ന ഈ ഒരു നമ്പേഴ്സിന് ഒരു
ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതുന്നതിന് ഒക്കെ വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് 1.1, 1.2, 1.3, 1.4 എഴുതുന്ന ഇതിനൊക്കെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ഡാറ്റ ടൈപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പൈത്തണിൽ കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മെയിനായിട്ട് പഠിക്കുന്ന ഡാറ്റ ടൈപ്സ് എന്താണെന്ന് വെച്ചാൽ വെറും 4 ഡാറ്റ ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് സ്ട്രിങ്, രണ്ടാമത്തെ ഡാറ്റ ടൈപ്പാണ് ഇന്റ്, മൂന്നാമത്തെ ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട്, നാലാമത്തെ ഡാറ്റ ടൈപ്പാണ് ബൂള്. ഈ സ്ട്രിങ് എന്താ, ഇന്റ് എന്താ, ഫ്ലോട്ട് എന്താ, ബൂൾ എന്താന്നൊക്കെ ഞാൻ പറയും. ആദ്യം തന്നെ നമുക്ക് സ്ട്രിങ്ങിന്റെ കേസ് എടുക്കാം. ഈ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡബിൾ കോഡ്സ്, നമ്മൾ ഈ ഒരു ഡബിൾ കോഡ്സ് പറഞ്ഞല്ലേ, നമ്മൾ നേരത്തെ എഴുതിയ പ്രിന്റ് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് എഴുതിയില്ലേ, അതിന് പറയുന്ന പേരാണ് സ്ട്രിങ്. ഡബിൾ കോഡ്സിൻ്റെ ഈ ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അതിന് പറയുന്ന പേരാണ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്താണോ എഴുതുന്നത്, എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്ക് നമ്പർ എഴുതാം ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 7 8 9 10 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 1.1, 1.2, 1.3 അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതിയാലും ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ അത് ആണെങ്കിൽ അത് സ്ട്രിങ് ആയിരിക്കും. ഇനി ഇന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് പറഞ്ഞില്ലേ, 1 2 3 4 5 6 അങ്ങനത്തെ എല്ലാ നമ്പേഴ്സിനും പോയിന്റ് ഇടാത്ത നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റ്. പലർക്കും സംശയം വരും, ഈ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മൾ 1 2 3 4 എന്ന് എഴുതിയാൽ അത് എന്താണ് ഇന്റ് ആവാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എന്താണോ എഴുതുന്നത് അത് സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ഈ ഡബിൾ കോഡ്സ് ഇല്ലാതെ 1 2 3 4 5 എന്ന് എഴുതുന്നത് ഇൻഡുമായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രിങ് എന്താണ്, ഇന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫ്ലോട്ട്. ഈ ഒരു ഫ്ലോട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഫ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ഇട്ടിട്ടുള്ള ഡിസിമൽ നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഫ്ലോട്ട്. ഉദാഹരണത്തിന് 1.1, 1.2, 1.3, 1.4 അങ്ങനെ പോയിന്റ് ഇട്ടിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ ഫ്ലോട്ട് എന്ന് പറയും. അപ്പൊ പലർക്കും സംശയം ഉണ്ടാകും, ഈ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ 1.1, 1.2 എന്ന് എഴുതിയാൽ അത് ഫ്ലോട്ട് ആവൂലേ എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എന്താണോ എഴുതുന്നത് അതായിരിക്കും സ്ട്രിങ്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രിങ് എന്താണ്, ഇന്റ് എന്താണ്, ഫ്ലോട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബൂള്, ഈ ഒരു ബൂള് എന്താണെന്ന് മനസ്സിലാക്കാം. ബൂള് വെച്ചാൽ നമ്മൾ ഈ ഒരു പൈത്തൺ ലാംഗ്വേജിലുള്ള എല്ലാ ഡാറ്റ ടൈപ്സിലും വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ഈ ഒരു ബൂള്. ഈ ബൂളിൽ നമുക്ക് എളുപ്പത്തിൽ ബൂളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ബൂളിന്റെ ഉള്ളിൽ ആകെ ട്രൂവും ഫോൾസേ ഉള്ളൂ. ഈ ഒരു ട്രൂവും ഫോൾസും നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ ഇനി എല്ലാ ഞായറാഴ്ചകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ട്രൂവിൻ്റെയും ഈ ഒരു ഫോൾസിൻ്റെയും ഉപകാരം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇത്രയും ഡാറ്റ ടൈപ്സുകളിലും സ്ട്രിങ് ഉണ്ട്, ഇന്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ബൂൾ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയലിൽ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇന്ന് നമ്മൾ VS കോഡിൽ ഓപ്പൺ ആക്കി ഒരു ന്യൂ ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഒരു സാമ്പിൾ കോഡും നമ്മൾ എഴുതി. ആ കോഡ് നമ്മുടെ അടുത്ത ട്യൂട്ടോറിയലിൽ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഈ ഒരു റണ്ണിങ് എങ്ങനെയാണ് നമുക്ക് റണ്ണ് ചെയ്യാൻ സാധിക്കുക, ടെർമിനലിൽ എങ്ങനെയാണ് റണ്ണ് ചെയ്യാൻ സാധിക്കുക, പിന്നെ ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്സിൽ കുറേ ഡാറ്റ ടൈപ്പ് പൈത്തണിലുണ്ട്. അതിൽ 4 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഈ ഡാറ്റ ടൈപ്പ് എന്താണ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.